നെയ്യാറ്റിൻകര വിദ്യാഭ്യാസ ഓഫീസിൽ കൂട്ടസ്ഥലം മാറ്റം 13 ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത്. വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് സ്ഥലമാറ്റം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ ഗുരുതര കൃത്യവിലോപം അതാണ് കാരണമെന്ന് അറിയാൻ സാധിക്കുന്നത്. മുഴുവൻ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എത്രത്തോളം വലിയ കൃത്യവിലോപമാണ് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. എന്താണ് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഈ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണല്ലോ നടപടി ഉണ്ടായത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഓഫീസിനെ പറ്റി നിരവധി പരാതികൾ നേരത്തെ ഈ കൈക്കൂലി വാങ്ങുന്നു, ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അലംഭാവം കാണിക്കുന്നു, കൃത്യസമയത്ത് ഓഫീസിൽ ഹാജരാകാത്ത സാഹചര്യം തുടങ്ങിയ ഒട്ടേറെ പരാതികൾ ഈ നെയ്യാറ്റിൻകര വിദ്യാഭ്യാസ ഓഫീസിലെ ജീവനക്കാരെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവർക്കും അതിനെ നടപടി വേണമെന്ന് ഈയിടെ വിരമിച്ച ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് എഴുതി പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ സമർപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ പരാതികളെ തുടർന്നാണ് ഈ മെയ് 28-നും മാർച്ച് 1-നും മെയ് 28-നും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഓഫീസിൽ വിരൽ പരിശോധനകൾ നടത്തി. അപ്പോൾ ഈ പരാതികളിൽ കഴകുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ നടപടി. എന്തായാലും ഈ നെയ്യാറ്റിൻകര DE ഓഫീസിൽ 2 ടൈപ്പിസ്റ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റെവിടെയും ഒഴിവുകളില്ലാത്തതിനാലാണ് ഇവരെ സ്ഥലം മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പുതിയ DEO ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹവും അച്ചടക്ക നടപടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പുതിയ ആളാണ് ഇവിടെ സ്ഥലം മാറുന്ന ആൾ മാത്രമാണ്. എന്തായാലും ഇതിൽ പക്ഷേ സർവീസ് സംഘടനകൾക്ക് ഒരു പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് സർവീസ് ചട്ടങ്ങളൊന്നും പാലിക്കാതെയാണ് കുറ്റത്തോടുള്ള ഈ നടപടി എന്നാണ് സംഘടനകൾ ആക്ഷേപിക്കുന്നത്. ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഈ നടപടി നേരിട്ടവരിൽ ഭരണ പ്രതിപക്ഷ സംഘടനകളിൽപ്പെട്ട നിരവധി ആളുകളുണ്ട്. പരാതി ലഭിച്ചാൽ തന്നെ അന്വേഷിക്കാനും കുറ്റക്കാരെ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. എന്തായാലും ഇതിൽ പ്രതിഷേധം വരാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും അഴിമതി തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളും കെടുകാര്യസ്ഥ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളിൽ 13 ജീവനക്കാരെ ഒറ്റയടിയിൽ സ്ഥലം മാറ്റി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത. അങ്ങനെയുള്ള സ്ഥലം മാറ്റം ഒരു നടപടിയിലേക്കൊക്കെ പോകുന്ന രീതിയിൽ അത്രയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പരിശോധന നടത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിലെയും ക്രമക്കേടുകൾ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ശരി. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.